ഹായ് ഗൈസ്, വെൽക്കം ടു ബ്രേക്കിംഗ് ഡൗൺ. ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് ഫോർമാറ്റ് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ന്യൂസാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നടന്ന കുറച്ച് ന്യൂസുകൾ വൈകാതെ തന്നെ പോകാം. ആദ്യം തന്നെ യമഹയുടെ നല്ല ചൂടുള്ള വാർത്തയാണ്. FCXൻ്റെ അപ്ഡേറ്റ്. കുറച്ച് 3-4 കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ടാങ്കിൽ ഇപ്പം യമഹയുടെ ലോഗോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് കഴിയുന്നില്ല. R15 വെർഷൻ 5 പോലും ഇനി അതിനകത്ത് എന്തോ കാണിക്കാനാണ് നമുക്കൊരു പിടിയില്ല. 2018 തൊട്ട് ആ എഞ്ചിൻ ഇങ്ങനെ പിഴിഞ്ഞ് ഒരു പരിധിയായി. ഇനി എന്തുകൊണ്ടുവരുമെന്ന് എനിക്കറിയാത്തത്. ആ എഞ്ചിന് ഡിസ്പ്ലേസ്മെൻറ്റ് വലുതാക്കാതെ ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ 2.25 ലക്ഷം രൂപയോളം വിലയുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ പറഞ്ഞു വരുമ്പോഴാണ് ബജാജിൻ്റെ RS200 അപ്ഡേറ്റ് വന്നു. അതാണ് അപ്ഡേറ്റ്, ഭയങ്കരം. ടെയിലൈറ്റ്സ് നമ്മുടെ പുതിയ ഹിമാലയൻ 450 കണ്ട പോലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ടെയിലൈറ്റാണ്. ഹിമാലയനിൽ അത് കാണാൻ രസമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പോർട്സ് ബൈക്കിനകത്ത് അത്ര രസമൊന്നുമില്ല. അത്യാവശ്യം ബോറാണ് കാണാൻ. അവിടെ കൊണ്ട് തീരുന്നില്ല ബജാജിൻ്റെ വാർത്ത. F250 നമ്മുടെ 220Fൻ്റെ അന്തകനായിട്ട് വന്നതാണ്. അവസാനം 220 തിരിച്ചു വന്നു. ഇതിൻ്റെ അന്ത്യമായി. ഇതോടൊപ്പം തന്നെ മറ്റ് 2 ബൈക്കുകളും കൂടെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പ്ലാറ്റിന 110 ABS, ബജാജ് CT 125X. ഈ CT 125X എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. കാരണം ഒരു സ്ക്രാമ്പിൾ റൈഡിംഗ് ഒന്നും പറഞ്ഞില്ല, പക്ഷേ അതുപോലെയൊക്കെ തന്നായിരുന്നെങ്കിൽ ഭയങ്കര രസമാണ്. ഓടിക്കാൻ നല്ല രസമാണ്. എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു പഴയ CT100 ഓർമ്മയൊക്കെ തരുന്നൊരു ബൈക്കായിരുന്നു. അതിപ്പോൾ നിർത്തി. അതുപോലെ തന്നെ ചേതക്ക് EV ഇറങ്ങി. 2 വേരിയൻ്റായിട്ടാണ്. 2.9 kW ഉള്ളൊരു വേരിയൻറ്റും 3.5 kW വേരിയൻറ്റും. അത്യാവശ്യം റോഡിലൊക്കെ വന്നു തുടങ്ങി. ഓല സ്കൂട്ടേഴ്സിനെക്കാട്ടിലും ഒരുപാട് സെയിൽസ് വന്നു തുടങ്ങി. പിന്നെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോമിസിങ് ആയിട്ടുള്ളൊരു EV ഇതായിരിക്കും. കാരണം നിഗിൾസ് ഉണ്ടായിട്ടുണ്ട്, ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അത് നല്ല രീതിയിൽ അവർ സോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സമയമെടുത്ത് അവർ ടെസ്റ്റ് ചെയ്തൊക്കെ എടുത്തൊരു സാധനമാണ്. അവർ ഒരുപാട് കോൺഫിഡൻറ്റുമാണ് ഈ പ്രോഡക്റ്റിൽ. പിന്നെ പ്രൈസിങ് അത്ര അഗ്രസീവും അല്ല, റേഞ്ച് അത്യാവശ്യം റീസണബിളുമാണ്. അത് അത്യാവശ്യം ആൾക്കാർക്ക് അതുപോലെ കിട്ടുന്നുമുണ്ട്. നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പറ്റിയൊരു EV സ്കൂട്ടർ ഇനി അതാണ്. ഇതൊന്നും പോരാത്തതിന് ചേതക്കിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിന് ചാർജർ ഉണ്ടാവും. ഓൺ ബോർഡ് ചാർജറാണ്. നമ്മൾ സോക്കറ്റ് മതി, നമുക്ക് കൊണ്ടു കിടക്കാൻ എളുപ്പമുണ്ട്. ഇല്ല ആക്റ്റീവ ഇലക്ട്രിക് ഇറക്കേൻ്റെ കൂട്ട് ഇല്ല പെട്ടിയും കിടക്കാൻ ബുക്ക് എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആക്റ്റീവ് ഹോണ്ട കാണിച്ചത് ഭയങ്കര മണ്ടത്രയായി പോയി. ഇത്രയും വലിയ റെപ്യൂട്ടഡ് ബ്രാൻഡും ഇത്രയും വലിയ ഒരു കപ്പാസിറ്റി ഉള്ളൊരു ബ്രാൻഡ് ഇങ്ങനെ കാണിച്ചത് ഭയങ്കര മണ്ടത്രയായി പോയി. അവിടെ 100 km റേഞ്ചും ചെറിയ ബാറ്ററി ബാക്കും, അതും കുറച്ച് സിറ്റീസിലും മാത്രമേ ഉള്ളൂ. ഈ സാപ്പബിൾ ബാറ്ററി അത്ര നന്നായിട്ട് ഇതുവരെ അങ്ങോട്ട് വർക്കായിട്ടില്ല. ഇത് എന്താവും മാറ ഫ്യൂച്ചർ ഒന്നും അറിയത്തില്ല. ഇപ്പോഴും മറ്റേ 7G 8G 9G അടിച്ച് തേക്കുന്ന തിരക്കിലാണ് ഇവന്മാർ. അപ്പോഴാണ് ഈ ഹീറോ XUV 160 ഒരു ഹീറോയുടെ ഒരു മാക്സി സ്കൂട്ടർ വരുന്നുണ്ട്. സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ ബൾക്കിയാണ്. ഒരു മാർക്കറ്റ് ഉണ്ട് ആ സാധനത്തിന്. ഹീറോയുടെ ഈ പറയുന്നത് സ്ഥിരം സർവീസ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതാവും. കാര്യം ഹീറോ ഇപ്പോൾ കുറേ നല്ല പ്രോഡക്റ്റ്സായിട്ട് വരുന്നുണ്ട്. ഇപ്പം കരിസ്മ 250 വരുന്നു, എക്സ്ട്രീം 250 വരുന്നു, എക്സ്പൾസ് 210 വരുന്നു. കുറച്ച് അഡ്വഞ്ചർ ന്യൂസിലോട്ട് പോകാം. റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടിട്ട് അവരുടെ പുതിയ 750cc എഞ്ചിൻ പോലുണ്ട്. ഓയിൽ കൂളറും വലിയ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്കാണ്. നമ്മുടെ ഹിമാലയൻ്റെ കണ്ട അതുപോലത്തെ ഒരു റിയർ സബ് ഫ്രെയിമൊക്കെയാണ്. അതിൻ്റെ ഒരു GT 750 ഇതുപോലെ സ്പൈ ഷോട്ട് ചെയ്ത് എല്ലാവരും കണ്ടാൽ കാണുമല്ലോ. പിന്നുള്ളത് ഈ കവാസാക്കി KLX 230 ഇറങ്ങിയായിരുന്നല്ലോ. ഏകദേശം 3,30,000 രൂപയാണ് എൻ്റെ വില. എങ്ങനെയുണ്ട് വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവാണ് എന്നാൽ അല്ലെന്ന് പറയാം. കാര്യം അതുപോലത്തെ ഒരു സാധനം വേറെ ഇല്ല. പിന്നെ ഈ KTM Enduro 390 ഇറങ്ങാതൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു സാധാ വണ്ടിയൊന്നും അല്ലല്ലോ, Enduro ബൈക്കാണ്. പരാക്രമങ്ങളൊക്കെ കാണിക്കാവുന്നൊരു സാധനമാണ്. അതുപോലെ ഇരുമ്പേഷിൻ്റെ വേറൊരു വെർഷനും കൂടെ ഇറങ്ങി, ഗോവൻ ക്ലാസിക്. എല്ലാവരും കണ്ടു കാണില്ല, ചാപ്പർ. ആ 350cc J സീരീസ് എഞ്ചിനീങ്ങ് പിഴിഞ്ഞ് എൻ്റെ ദൈവമേ, എവിടൊക്കെ ഇല്ലാത്ത ക്ലാസിക്, ബുള്ളറ്റ്, ഹണ്ടർ, അത് ഇത് പിഴിയുക എൻഫീൽഡ്. ഇനി വെറുപ്പിക്കൽ കഴിഞ്ഞിട്ടില്ല. ഇനി കുറേ കാർ ന്യൂസും ഉണ്ട്. പക്ഷെ കുറേ EV ഇറങ്ങിയിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോൾ കുറേ ഇറങ്ങുന്നത്. മെഴ്സീഡീസ് ബെൻസ് ഇന്ത്യ ഇപ്പം ഇവിടെ EQGയും EQS SUV കൊണ്ടുവന്നിട്ടുണ്ട്. 3 കോടി രൂപയെ 2.5 കോടി എന്തുണ്ട് കാരട്ടൊക്കെ മേടിച്ച് തീർത്തു. EQG റിമെയിൻസ് അൺചേഞ്ച്ഡ്. മെക്കാനിക്കൽ വലിയ മാറ്റമൊന്നുമില്ല. ഇലക്ട്രിക് പവർ ട്രെയിൻ അതൊക്കെ തന്നെ. എന്തൊരു വല്ല കാര്യമുണ്ടോ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ ടാങ്ക് ടേണൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരുന്ന് കറങ്ങുകയൊക്കെ ചെയ്യും. ഓക്കെ. പിന്നുള്ളത് എല്ലാവരും കണ്ടല്ലോ, മഹീന്ദ്ര B6 നോ മോർ ബി സെക്സി. കാര്യം ഇൻഡിഗോ പണി കൊടുത്തു, ഹാപ്പി. പക്ഷേ പ്രൈസിങ് പുറത്തു വന്നു. B6ൻ്റെ പ്രൈസിങ് അത്യാവശ്യം കമ്പറ്റീറ്റീവായിട്ട് എനിക്ക് തോന്നി. ബേസ് മോഡൽ 59 kW ഏകദേശം 18,90,000. ഫുൾ ഓപ്ഷന് 26 lakhs സംതിങ്. അതുപോലെ മറ്റത് XEV 9EV
ഇതിൽ വലിയ പേരല്ലേ, അതിന് ഏകദേശം 30 lakhs എബവ് ഉണ്ട് എക്സ് ഷോറൂം. പിന്നെ ആലോചിച്ചോണം, ഇതിന് രണ്ടിനും ചാർജറിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടില്ല. ഇത് നമ്മൾ എക്സ്ട്രാ ആയി. ഇപ്പോഴത്തെ ഈ ഫോൺ മേടിക്കുന്ന അവസ്ഥ പോലെയാണ്, പ്രീമിയം ഫോണൊക്കെ മേടിക്കുന്ന പോലെ ചാർജർ കിട്ടില്ല, വേറെ പൈസ കൊടുത്ത് മേടിക്കണം. ഈ രണ്ട് വണ്ടിക്കും ബേസ് മോഡലായിട്ടുള്ള ബേസ് മോഡൽ എന്ന് പറയുന്നില്ല, ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 59 kW അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. 550 കിലോമീറ്ററോളം അതിന് വരുന്നുണ്ട്. ഹയർ ബാറ്ററി വേരിയൻ്റ് ഏകദേശം 650-680 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് ഫസ്റ്റ് ഓണർ അവർ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയൊക്കെ പറയുന്നുണ്ട്. അത് നല്ല പ്രൊപ്പോസിഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് നാൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പ്രത്യേകിച്ച് ഈ പറയുന്ന B6 റോഡിലൊക്കെ കാണുമ്പം. കാര്യം ആ ഒരു ഷേപ്പ് ഒരു സാധനം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴൊരു വിശ്വസിക്കുമ്പോൾ അത് ശരിക്കും ഒരു പ്രൊഡക്ഷൻ വെർഷനാണ്, ഒരു കൺസെപ്റ്റ് കാർ പോലെ ഒരു സാധനമുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ക്രെറ്റ EV ഇറങ്ങി, അതോടെ ക്രെറ്റ N9-ൽ നിന്നും ഇപ്പോൾ അതാണ് ഫാസ്റ്റർ ക്രെറ്റ. 133 bhp 169 bhp എന്നുള്ള രണ്ട് വേരിയൻ്റാണ്. 52 kW പിന്നെ ഒരു 43 kW. പ്രൈസിങ് ഒക്കെ ഏകദേശം പുറത്തൊക്കെ വന്നു കഴിഞ്ഞു. അതാണ് ക്രെറ്റ എന്നുള്ള ഒരു സൈഡ്. പിന്നെയും കഴിഞ്ഞില്ല, സുസുക്കി എന്തുകൊണ്ട് ഇലക്ട്രിക് കൊണ്ടുവന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും മാറും. കാരണം സുസുക്കി വിറ്റാര EV വരുന്നുണ്ട്, അതിനും ഏകദേശം 4-3 വേരിയൻ്റ് കണ്ടുണ്ട്. 2 വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും. 49 kW 61 kW രണ്ട് ബാറ്ററി വേരിയൻറ്റുകളാണ്. 390 മുതൽ 470 കിലോമീറ്റർ റേഞ്ച് വരെയൊക്കെയാണ് ഇപ്പം ഒരു ടോക്കൊക്കെ നടക്കുന്നത്. ഈ പറയുന്ന 2 വീൽ ഡ്രൈവ് വണ്ടി റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. സോ ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. നോക്കാം. ഇനിയും കഴിഞ്ഞില്ല, ഒരു ചാടുന്ന ന്യൂസുമായിട്ട് BYD വന്നിട്ടുണ്ട്. BYD യാങ് വാങ് U9 പേര് പോലെ തന്നെ ചാടിയാണ് വണ്ടിയൊക്കെ പോണത്. 2.5 മീറ്ററോളം വണ്ടി ജമ്പ് ചെയ്യും, ഹയർ സ്പീഡ്സിലൊക്കെ 120 km/h. ഒരു സൂപ്പർ കാറാണ്. അത് എങ്ങനെയുണ്ട്, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. സൂപ്പർ കാർ കസ്റ്റമേഴ്സിന് എനിക്ക് വലിയ പിടുത്തമില്ല ഇത്. കാര്യം എവിടെ നോക്കിയാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ടാക്സൊക്കെ കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ്. അപ്പം റോഡിൽ ഓൾറെഡി ഉള്ളൊരു പ്രശ്നത്തിന് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പരിഹരിക്കേണ്ടത്? എനിക്കെന്തോ ചുമ്മാ ഇതിൽ ഡാൻസ് കളിക്കുന്ന BYD കാർ പോലെയൊക്കെ കൊള്ളാം, അല്ലാണ്ട് ഫ്യൂച്ചർ ഓഫ് സൂപ്പർ കാർസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് BYD പറയുന്നത് ഡൈസസ് എങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെയാണ്, ഒന്നുമില്ല, ഒരു അഡ്വാൻസ്ഡ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ വർഷം നമ്മുടെ ട്രയംഫിൻ്റെ പുതിയൊരു ബൈക്ക് കൂടെ വരാൻ സാധ്യതയുണ്ട്, ത്രക്സ്റ്റൺ 400. അവരുടെ വലിയ സിബ്ലിംഗ് ആയിട്ടുള്ള ത്രക്സ്റ്റൻ്റെ ഒരു കുഞ്ഞു വണ്ടി വരാനുണ്ട്. ആ 400 സീരീസ് എഞ്ചിൻ എല്ലാവരും ഓടിച്ചെന്ന് വിചാരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമാണ്, സസ്പെൻഷനൊക്കെ ഭയങ്കര രസമാണ്. ഇനി കുറച്ച് എഞ്ചിനുള്ള വണ്ടിയുടെ ന്യൂസിലോട്ട് പോവാം. റെനോ ഡസ്റ്റർ ഈ വർഷം ഡിലേ ആവും. അത്യാവശ്യം എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു വണ്ടിയായിരുന്നു. കാര്യം പുതിയ വർഷം കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ വർഷം ഇന്ത്യയിൽ വരാൻ താമസിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. റെനോയുടെ ഇന്ത്യൻ ഫ്യൂച്ചർ അത്ര കാലം മുന്നോട്ട് പോകുന്നു നമുക്കറിയത്തില്ല. ഗ്ലോബൽ ഫ്യൂച്ചറും അത്ര എക്സൈറ്റിംഗ് ഒന്നും അല്ല. പിന്നെ റെനോ ട്വിങ്കോ EV ഒക്കെ വെളിയിൽ ഇറങ്ങിയത് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരു കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒറിജിനൽ ട്വിങ്കോ ആയിട്ടൊക്കെ ഒരു രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നിപ്പം നിസാൻ ഹോണ്ടയായിട്ടൊരു ടൈപ്പിലോട്ട് ഒരുങ്ങുകയാണ്. നിസാൻ്റെ ഫ്യൂച്ചർ ഇതിൽ നിന്നും താഴെയാണ്. നിസാൻ ഇടയ്ക്ക് എക്സ്ട്രയിലൊക്കെ കൊണ്ടിറക്കി 50 ലക്ഷം രൂപയ്ക്ക് ഷോറൂമിലുള്ളവർ പോലും അറിഞ്ഞില്ല. ചിലരൊക്കെ അതിന് വേരിയബിൾ കംപ്രഷൻ റേഷ്യോ ഉള്ള എഞ്ചിൻ ആയതുകൊണ്ട് അത് ടെക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, ഭയങ്കര മാടയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, വെളിയിലുള്ള വണ്ടികളെ പാർട്സ് കൊണ്ട് അല്ലെങ്കിൽ വെളിയിലുള്ള ബാക്കി വന്ന വണ്ടികൾ ഇവിടെ കൊണ്ട് തട്ടുന്ന പോലെയാണ്. എന്തായാലും ഹോണ്ട ടൈപ്പിലൂടെ എന്തെങ്കിലും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല നല്ല വണ്ടികളുള്ളൊരു ബ്രാൻഡായിരുന്നു. പിന്നെ കിയ സൈറോസ് എന്ന് പറയുന്നൊരു വണ്ടി കാണിച്ചിട്ടുണ്ട്, ഒരു കോമ്പാക്ട് SUV എന്നൊക്കെ പറയാം. അതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കോഡ എറ്റി കിട്ടിയിരുന്നില്ലേ, അതിൻ്റെ ഒരു റിസംബ്ലൻസ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് തേർഡ് ക്വാർട്ടറിലൊക്കെ. ഒരു പീപ്പിൾ മൂവറാണ്. കിയ കുറച്ചുകൂടെ ഒരു പീപ്പിൾ മൂവർ സെറ്റപ്പിലോട്ട് ഫോക്കസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരൻസ് നല്ലൊരു ഹിറ്റാണ്, അത്യാവശ്യം ആൾക്കാരെ പോകുന്ന ഒരു വണ്ടി പോലെയാണ്. സെക്കൻഡ് റോയിലൊക്കെ ഈ സൈറോസിന് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. 1 ലിറ്റർ ടർബോ പെട്രോൾ ഒരു 1.5 ഡീസലുമാണ് ഇത് വന്നിട്ടുള്ളത്. പ്രൈസസ് ഒന്നും റിവീൽ ആയിട്ടില്ല. അതുപോലെ തന്നെ ഹ്യുണ്ടയുടെ സ്റ്റാരിയ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ കിയ കാർണിയോർ ആ ഒരു സെറ്റപ്പിലോട്ട് വരും. ചിലർക്ക് അതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്. ആ ഒരു സാധനം വരാനുണ്ട്. ഇവിടെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടാറ്റ ടിയാഗോ EV ടിഗോർ ഇതിൻ്റെയൊക്കെ എന്താണ് പുതിയ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പറയാം, പുതിയ ടിഗോറൊന്നും ഇപ്പോൾ റോഡിൽ കാണുന്നില്ല എന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ പിന്നെ ഉണ്ടായിരുന്നു, പുതിയ ആൾക്കാർ അങ്ങനെ എടുക്കാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ടാറ്റ മോട്ടോഴ്സ് പഞ്ച് ലൈൻ ഇപ്പോൾ വാഗണറിനെ സെയിൽസിന് മറികടന്നു. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം സെയിൽ പോകുന്നൊരു മോഡൽ പഞ്ചാണ്. എനിക്കൊന്ന് പഞ്ചിന് EV ലൈനപ്പം കൂടെ ഉള്ളത് കൊണ്ടാണ് വാഗണറിനെ പുഷ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിന്. കാര്യം
ഒരു സമയത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ എങ്ങനെയായിരുന്നു, പിന്നെ അവർ ഉണ്ടാക്കിയെടുത്തൊരു ഗ്രോത്ത് കമൻറ്റബിൾ ആണ്. അത് വാഗണർ പോലെ ഇത്രയും വർഷങ്ങളോളം വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടീനെയൊക്കെ ചെറിയൊരു നമ്പരൊന്നുമില്ല ടാറ്റ തള്ളിയെടുത്തത്. പിന്നെ C63SC ഇന്ത്യയിൽ ഇറക്കിയിരുന്നല്ലോ, ഏകദേശം 2 കോടി രൂപയാണ്. കപ്പൽ പോലെ ഭാരം ഉണ്ടെന്ന് പറഞ്ഞാൽ M5 ഇപ്പോൾ ഹീറോ ആയി. M5 ഇതിനെക്കാട്ടി വില കുറവാണ്. ഇപ്പോൾ ഈ C63 ഒരു ടെക്ക് കുറച്ച് ഒരു അഡ്വാൻസ്ഡ് എന്നൊക്കെ പറയാം. ഒരു P3 ഹൈബ്രിഡ് സിസ്റ്റമാണ്, കുറച്ചൊക്കെ ഫോർമുല 1 എന്നൊക്കെ ഡിറൈവ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു വാർത്ത, ഗോൾഫ് GTI ഈസ് കമ്മിങ് ടു ഇന്ത്യ. പക്ഷേ വീടും പറമ്പും സ്ഥലമൊക്കെ ഉള്ളവനൊക്കെ എടുത്ത് വിറ്റോ പണയം വെച്ചോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു നല്ല ഹെഫ്റ്റി പ്രൈസ് ടാഗ് ആയിരിക്കും. പക്ഷേ അത് വരാൻ പോകുന്നത് Mark 8 ആണോ Mark 8.5 ആണോ? Mark 8 ആണെങ്കിൽ ഗ്ലോബലിൽ നിന്നുള്ള പാർട്സ് ഡംപിങ് ആണോ? Mark 8.5 ആണെങ്കിൽ മാനുവൽ ഇല്ലാത്ത ആദ്യത്തെ GTI ആണ്. പിന്നെ മാനുവൽ എന്തായാലും ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 8.5 ഈ പറയുന്ന നമ്മുടെ ടച്ച് കപ്പാസിറ്റി ബട്ടൺസ് ഒക്കെ എടുത്ത് കളയുന്നതും ആൽഫ റോമിയോ എന്നൊക്കെ അടിച്ചുകൊണ്ട് വന്ന വീലൊക്കെയാണ് ഇപ്പോൾ വെച്ചേക്കുന്നതൊക്കെ. എന്നിരുന്നാലും നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മുടെ ടൂണർ കൾച്ചർ ആണെങ്കിലും ഇതുപോലൊരു കൾട്ട് ഫോളോയിങ് ഉള്ള നമ്മളൊക്കെ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ്. അതെന്തായാലും നമ്മുടെ റോഡുകളിൽ വൈകാതെ എത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫോക്സ് വാഗൻ്റെ ലെജൻഡറി ആയിട്ടുള്ളൊരു VR6 എഞ്ചിൻ, അതായത് ക്ലോസ് ഡെക്ക് V6 എഞ്ചിൻ, അത് ഫോക്സ് വാഗൻ പ്രൊഡക്ഷൻ നിർത്തി. നമ്മുടെ R32 ഗോൾഫിലും നമുക്കിവിടെ കിട്ടിയ ഒരു VR6 സൂപ്പർബൊക്കെ ഉണ്ടായിരുന്നു, 4x4 ഒക്കെ ഉണ്ടായിരുന്ന, അതിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എൻജിൻ അതിപ്പം പ്രൊഡക്ഷൻ നിർത്തി, അതിൻ്റെ അന്ത്യം ആയി. അങ്ങനെ കാത്തിരുന്ന ഫോർഡ് മസ്റ്റാങ് GT നമ്പർഗ്രീൻ ലാപ് ടൈംസ് പുറത്തു വന്നു. 6 minutes and 57 seconds ആണ് ടൈം. പോസ്റ്റ് GT3 അടിച്ചിടാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ ക്രൗഡ് കില്ലർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു മസ്റ്റാങ്ങിൽ നിന്നും ടേൺസൊക്കെ എടുത്ത് ഒരു sub-7 minute എത്തി. ഒരു കമൻറ്റബിൾ അച്ചീവ്മെൻ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ എത്ര ഇതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോഴും ആ ടൈം എന്ന് പറഞ്ഞാൽ 10-13 വർഷങ്ങൾക്ക് മുമ്പ് വന്ന പോർഷെ 918 സ്പൈഡറിൻ്റെ ടൈമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് വന്ന കരേറ GTക്ക് കുറച്ചുകൂടെ മോഡേൺ ടയർസ് ഇട്ട് കൊടുത്തപ്പോൾ 16 seconds ഫാസ്റ്റായി ഒരു 7 minute 12 second ടൈമിങ് എടുത്തിട്ടൊക്കെ ചെയ്തു. അപ്പം നമ്പർഗ്രീൻ്റെ കിങ്സ് ഇപ്പോഴും ജർമ്മൻ ടയർസൊക്കെ തന്നെയാണ്, ഈ പറയുന്ന പോർഷൻ്റെ കയ്യിലും മെർസീഡിസിൻ്റെ കയ്യിലും ഒക്കെ തന്നെയാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.